5 ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. ഇന്ന് ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ ഒരു കറുത്ത ദിനമാണ്. മെയ് 7, 2025. നമുക്ക് നഷ്ടപ്പെട്ടത് 5 അല്ല 7 എയർക്രാഫ്റ്റാണ്. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. ഇന്ന് വാർത്താ മേഖലയിലുള്ള എല്ലാവരും ഇന്ന് ഏറെ സന്തോഷത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ മാത്യു സാമുവൽ എന്നു പേരായ ഒരു ക്രിസംഗി രാജ്യത്ത് വർഗീയതയെയും ഭീകരതയെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നെറികെട്ടവൻ. ആലോചിച്ച് നോക്കൂ, ഞാൻ പറയുന്നത് മുഴുവനും റിയൽ ന്യൂസാണ്, സത്യസന്ധമായ ന്യൂസേ ഞാൻ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിരുന്ന് നോക്കണം, രാജ്യത്തിന് പുറത്തിരുന്ന് അഥവാ രാജ്യത്തിരുന്ന് അങ്ങേയറ്റം രാജ്യദ്രോഹകരമായ വാർത്തകൾ ചെയ്തു എന്ന കാരണത്താൽ ഇപ്പോൾ ഈ സാമുവൽ ചേട്ടൻ്റെ യൂട്യൂബ് ചാനൽ ഇന്ത്യയിൽ വിലക്കിയിരിക്കുന്നു. ഇന്ത്യയിൽ വിലക്കിയാൽ തന്നെ അവൻ്റെ പണി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം പ്രതിമാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന തുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏകദേശം 10 ലക്ഷം 15 ലക്ഷം ഉറുപ്പികയാണ്. യഥാർത്ഥത്തിൽ അവൻ്റെ ഈ വെറും നുണ അടിച്ചു മാറ്റുന്ന സത്യം എന്ന് പറയുന്നത് വായ തുറക്കുന്നത് അവൻ നുണ പറയാനാണ്. 30 കൊല്ലത്തോളം എനിക്ക് ജേർണലിസം രംഗത്ത് പരിചയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നോക്കണം, സത്യത്തിൽ ഇയാളൊരു മാധ്യമ പ്രവർത്തകനാണ്, ജേർണലിസ്റ്റാണ്, നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ ഇദ്ദേഹത്തിന് പണി കൊടുത്തത് സത്യത്തിൽ ദൈവമാണ്, അള്ളാഹുവാണ്. എന്താ കാരണം? ഒട്ടനേകം നിരപരാധികളുടെ ഈ പറയുന്ന നിരപരാധികളുടെ എന്താ പറയുക, ആ പ്രയാസത്തെ മുഴുവനും അയാൾക്ക് പങ്കുണ്ട്. ഒട്ടനേകം നിരപരാധികളെ കണ്ണീര് കുടിപ്പിച്ച ഇല്ലാത്ത നുണകൾ മാത്രം പറഞ്ഞ്. ഇപ്പോൾ ഗസയെ സംബന്ധിച്ചിടത്തോളം ഇയാൾ വാർത്ത പറഞ്ഞിരുന്നു. സത്യത്തിൽ ഫലസ്തീന് അങ്ങേയറ്റം മോശമായിട്ടും അഥവാ ജൂതന്മാർക്ക് അനുകൂലമായിട്ടും ഇയാൾ വാർത്തകൾ പറഞ്ഞു കൊണ്ടുവന്നു. എന്തിനാണ് ജൂതനെ സൂചിപ്പിക്കുന്നത്? മുസ്ലിം വിദ്വേഷം, അത് കുത്തിത്തറച്ച ഒരു ഭയനാണ് എന്ന് പറഞ്ഞാൽ കൃഷങ്കികൾ എന്ന് പോലും പറയാൻ പറ്റാത്ത വണ്ണം അയാളുടെ വാക്കുകളിൽ നിന്ന് വരുന്ന ഓരോ വിദ്വേഷവാക്കുകളും ഓരോ വെറുപ്പിൻ്റെ ഭാഷയും യഥാർത്ഥത്തിൽ കൂടുതൽ ഇത്രയേറെ ഒരു മുസ്ലിമിനോട് ഇത്രയേറെ വിരോധം, അതോടൊപ്പം തന്നെ പിണറായിയോടും അതിശക്തമായിട്ടുള്ള വിരോധം, അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ട് മറ്റു വിരോധങ്ങളുമുണ്ട്. വെറും ആർത്തിപ്പണ്ടാരമാണ് യഥാർത്ഥത്തിൽ. എല്ലാവരും പറയുന്നുണ്ട്. രാജൻ ജോസഫ് തുടങ്ങിയിട്ടുള്ള അഥവാ മറുനാടൻ എന്താ പറയുക സാജൻ വരെ ആലോചിച്ച് നോക്കൂ, ഇയാളെ സപ്പോർട്ട് ചെയ്യേണ്ടവരാണ് ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ രണ്ടുപേരും യഥാർത്ഥത്തിൽ ഈ മുസ്ലിം വിരുദ്ധ വാർത്തകളുടെ ഉറവിടങ്ങൾ തന്നെയാണ്. അവരും പടച്ചു വിടുന്നത്. പക്ഷേ അവർ പോലും ഈ പറയുന്ന മാത്യുവൽ എന്ന് പറയുന്ന ഈ നാറിയെ അങ്ങേയറ്റം വെറുക്കുന്നുണ്ട്. അത്രക്ക് നുണ പറയുന്ന വെറും വിദ്വേഷത്തിൻ്റെ ഭാഷ അതേ അറിയൂ ആ നരാധമന്. ഇപ്പോൾ ഇതാ പണി കിട്ടിയിരിക്കുന്നു. നമ്മളൊക്കെ സാധാരണ പറയുമല്ലോ, 40 ദിവസം കട്ടാൽ 41 കളവ് പറയുക എന്ന്, അല്ല എന്താ പറയുക, പൊളിയുക എന്ന്. 40 ദിവസം കട്ടാൽ 41 അവൻ പിടിക്കപ്പെടുക എന്ന ഒരു പഴയ ഒരു വാക്കുണ്ട് ആളുകൾക്ക്. സത്യത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഭാരം തികഞ്ഞു. ഇപ്പോൾ നമ്മളൊരു 900, 950, 990 വരെ ആയാൽ 1 കിലോ സാധനം വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെ 990 വളരെ ഈ കമ്പ്യൂട്ടറൈസ്ഡ് ത്രാസുകളിലൊക്കെ എന്താ കാണുക, 900, 1000 വന്നാൽ ഉടനെ തന്നെ ബ്രേക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കറക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ആയപ്പോൾ എന്ത് ചെയ്തു? ദൈവം തമ്പുരാൻ അവൻ ആ തുലാസിലാണ് തൂക്കി കൊടുത്തു, സമമായി. ഇനി നിൻ്റെ ഈ ആർത്തി പണ്ടാരം അഥവാ 3 കോടിയിലേറെ രൂപ ഈ മേഖലയിൽ ഏകദേശം കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ യൂട്യൂബ് മേഖലയിലേക്ക് തിരിഞ്ഞിട്ട്. അതിനു മുമ്പ് ഏതൊക്കെ പത്രത്തിൻ്റെ ലേഖകരും എഴുത്തുകാരനും ഒക്കെ ആയിട്ട് പണിയെടുത്ത് പോയിട്ടുള്ളവനാണ്. പക്ഷേ ഇതാണ് വെറും നുണ. അപ്പോൾ ചോദിക്കും, എല്ലാവരും ഇപ്പോൾ അത്ഭുതപ്പെട്ടിരിക്കുന്നത് ഈ മാത്യു സാമുവൽ എന്താണ് ഓഫീസിൽ എന്തെങ്കിലും 2 ചാനലോ മറ്റോ കാണണം, എല്ലാം ഈ ഇന്ത്യയിൽ പൂട്ടിക്കെട്ടിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും നമ്മൾ അഭിനന്ദനം അറിയിക്കുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ മേജർ രവി എന്ന് പറയുന്ന നിഷ്പക്ഷനാണ് അദ്ദേഹം സംഗതി എന്ത് തന്നെയായാലും ഒരു BJP അനുഭാവം ഉണ്ടെങ്കിൽ പോലും, ഇപ്പോൾ അദ്ദേഹത്തിന് BJP അനുഭാവം ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഒരു വ്യക്തിപരമായിട്ട് ശുദ്ധനായ സത്യം മാത്രം പറയുന്ന ഒരു ക്രെഡിബിലിറ്റി സൂക്ഷിക്കുന്ന സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മാത്യു സാമുവൽ എന്ന് പറയുന്ന ഈ നരാധമൻ്റെ ഈ നുണ മാത്രം പറഞ്ഞ് സമൂഹത്തിൽ എത്രത്തോളം വിദ്വേഷമുണ്ടാക്കാം, വർഗീയതയുണ്ടാക്കാം, അതുവഴി
പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവൻ്റെ ചാനൽ ഇന്ത്യയിൽ ബാൻ ചെയ്തു. ആലോചിച്ചു, ഇത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? ഈ സംഘികളുടെ തോഴനായ, സംഘികളുടെ കുണ്ടനായ ഈ അധർമ്മകാരി എങ്ങനെയാണ് പൂട്ടപ്പെട്ടത് ഈ സംഘി ഭരണത്തിന് കീഴിൽ? ആലോചിച്ച് നോക്കുക. അത് നമ്മൾ അത്ഭുതപ്പെടേണ്ട ഒരു സംഗതിയാണ്. കാരണം മുസ്ലിം വിദ്വേഷമാണ് പ്രധാനം. 99% മുസ്ലിം വിരോധം മാത്രമാണ് വായ എടുത്തുകൊണ്ട് ഈ നരാധവൻ 2-3 വീഡിയോ ചെയ്യുന്നത്. അതിലൊന്നും തന്നെ ഗുണകരമായതോ അല്ലെങ്കിൽ സമൂഹത്തിന് മെച്ചപ്പെട്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പറയുമല്ലോ, ഒരു ഗീബൽസി നുണയിൽ പോലും 1000 നുണ പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ ഇവൻ്റെ വാക്കുകളിൽ ഒരൊറ്റ പോയിന്റ് പോലും, ഒരു വാക്ക് പോലും സത്യത്തിൻ്റെ ഉണ്ടാകില്ല. മാത്രമല്ല ഞാൻ പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ സത്യമേ പറയൂ, അഥവാ എൻ്റെ വാർത്തകൾ മുഴുവനും റിയൽ വാർത്തയാണ്, സത്യസന്ധമായിട്ടാണ് ഞാൻ വാർത്ത ചെയ്യുന്നത് എന്നൊക്കെയാണ് അവൻ പറയാറ്. പക്ഷേ പറയുന്ന പണി മുഴുവനും നുണ പറച്ചിൽ മാത്രം. അതാണ് ഏറ്റവും അത്ഭുതം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞില്ലേ, മർദ്ദിതരുടെ ശാപമേറ്റ് ഗസയിലുള്ള ആ കുഞ്ഞുങ്ങൾ പോലും കൊല്ലപ്പെടുമ്പോൾ അതിന് പോലും കൈയടിച്ച് ചിരിച്ചുകൊണ്ട് സന്തോഷിച്ച ആ നരാധമന് ദൈവം കൊടുത്ത ഒരു ശാപമാണ് യഥാർത്ഥത്തിൽ അവൻ്റെ ഈ സംഘി ഭരണത്തിൽ പോലും. അതാണ് ജൂതനെ അനുകൂലിക്കുന്ന, യഥാർത്ഥത്തിൽ ജൂതനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ മാത്യുവൽ സാമു എന്ന നരാധമൻ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സംഘി ഭരണമാണ്. ആ സംഘി ഭരണത്തിന് കീഴിൽ യഥാർത്ഥത്തിൽ സാമുവലിന് സർവ്വവിധ പ്രോത്സാഹനവും പ്രചോദനവും ലഭിക്കേണ്ടതിന് പകരം ആ ഭരണകൂടം തന്നെ അവന് താഴെയിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വിചിത്രപരമായിട്ടുള്ള ഒരു സംഭവം. എന്താ അതിൻ്റെ കാരണം? ഈ ശാപമേറ്റത് തന്നെ മാത്രമല്ല, ആളുകൾ കുറച്ചൊക്കെ സാമാന്യേന ബുദ്ധിയുള്ളവരും ഉണ്ടല്ലോ രാജ്യത്ത്. അപ്പോൾ ഇവൻ്റെ ഈ റിയൽ ന്യൂസ് ഇനി ഞങ്ങൾക്ക് വേണ്ട, നിന്റെ റിയൽ ന്യൂസ് ഞങ്ങൾക്ക് ആവശ്യമില്ല, നീ പറയുന്നത് മുഴുവനും നുണയാണ്, മാത്രമല്ല ദൈവം കൊടുത്ത ഒരു പണിയെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ അനുകൂല വാർത്ത പോലും അവൻ്റെ നാവിൽ നിന്നും ഇടയായി. അഥവാ ഇന്ത്യൻ വിമാനങ്ങളെ പാകിസ്ഥാൻ വിമാനങ്ങൾ അഥവാ പിന്തുടർന്ന് ആക്രമിച്ചു എന്നൊക്കെ കൊടുത്ത വാർത്തയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പാക് അനുകൂലമായ വാർത്ത എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇവനക്ക് പറയാൻ തോന്നിയത്? ഈ സംഘിയും കൃസംഘി കുണ്ടനുമായ ഈ നരാധവൻ ഒരിക്കലും പാക് വിരോധിയാണ് യഥാർത്ഥത്തിൽ. പക്ഷേ അത് പടച്ചവൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർവശക്തനായ പടച്ചവൻ ഇടപെട്ടതാണ്. ഈ നരാധവൻ ഇനിയും തുടരുകയാണെങ്കിൽ സമൂഹത്തിൽ കൂടുതൽ വിദ്വേഷവും വെറുപ്പും പകയും വ്യാപിച്ചു കളയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രകൃതി ദാതാവായ ദൈവം ഇടപെട്ടുകൊണ്ട്, അല്ലാതെ ഒരിക്കലും അവൻ്റെ ഈ ചാനൽ പൂട്ടിക്കെട്ടാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, പ്രതിമാസം 10-15 ലക്ഷം ഉറുപ്പിക സ്വന്തമാക്കുന്ന ഈ നരാധമൻ യൂട്യൂബ് വഴിയാണ് 3 കോടി സമ്പാദിച്ചു കഴിഞ്ഞു. എന്നിട്ടും തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും പല മേഖലകളും ഈ നരാധമൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് ഒരിക്കലും അത്ഭുതകരമായ ഒരു സംഭവമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ മുസ്ലിം വിരോധം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു VK ബൈജു എന്ന നരാധമൻ. അതോടൊപ്പം തന്നെ വെറും മുസ്ലിം വിദ്വേഷം മാത്രം പ്രചരിപ്പിക്കുന്ന മറ്റൊരു നരാധമനാണ് ഈ പറയുന്ന ആരിഫ് ഹുസൈൻ. മറ്റൊരു നരാധമയാണ് ജാമിദ എന്ന നരാധമ. ലിയാക്കത്ത് വെറും നുണ മാത്രം പറഞ്ഞ്, അഥവാ റിയൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് താഴെ കുറച്ച് മുസംഘികളും കുറച്ച് സംഘികളും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതൊഴിച്ച് നിർത്തിയാൽ ഇതിൽ സത്യമില്ല എന്ന് ഇവർക്ക് തന്നെ അറിയാം. പടച്ചു വിടുന്ന ഈ വിദ്വേഷ പ്രചരണം മനുഷ്യത്വരഹിതമായി അങ്ങേയറ്റം സമൂഹത്തിന് അരക്ഷിതാവസ്ഥ, വെറുപ്പിൻ്റെ ഭാഷ, പരസ്പര സ്നേഹത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും കാരുണ്യത്തിൻ്റെയും ഭാഷ പറയുന്നതിന് പകരം എന്നും എഴുന്നേറ്റ് വായ തുറക്കുന്നത് ഈ നരാധമന്മാർ നുണ പറയുക എന്നത്. എന്തെങ്കിലും ഒരു അടിസ്ഥാനം, എന്തെങ്കിലും ഒരു സത്യം വേണ്ടേ? കുറച്ചൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഭരണകൂടം മെനക്കെട്ടിരുന്നു എങ്കിൽ എന്നതുപോലെ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സംഗതി എന്തായാലും രാജ്യദ്രോഹപരമായതും നുണയായിട്ടുള്ളതുമായ വാർത്ത സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു എന്നതിൻ്റെ പേരിലാണ് പൂട്ടിയതെങ്കിൽ, ഈ കേരളത്തിൽ നട്ടലുള്ള ഒരു ഭരണാധികാരിയായിരുന്നു എങ്കിൽ ആലോചിച്ച് നോക്കൂ. നമ്മൾ കാണേണ്ട ഒരു സംഭവമുണ്ട്. തീർച്ചയായിട്ടും ഈ നുണ പറയുന്ന ജാമിദയുടെയും VK ബൈജുവിൻ്റെയും ഈ ലിയാക്കത്തിൻ്റെയും ആരിഫിൻ്റെയും ഒക്കെ ചാനൽ ബാൻ ചെയ്യണമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ പരാതി കൊടുക്കാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാസ എന്ന ക്രിസ്ത്യാനികളുടെ സംഘടന കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ യേശുവിനെതിരെ എന്തോ ഒരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ആരിസ് മദനിയുടെ ചാനൽ പൂട്ടിയത്. അപ്പോൾ എന്നതുപോലെ പ്രവാചകനെതിരെ അങ്ങേയറ്റം നിന്ദ്യാപൂർവമായ വചനങ്ങളാണ് ഈ ആരിഫും ജാമിദയും ലിയാക്കത്തും തുടരുന്നത്, VK ബൈജുവും. എന്നിട്ട് അവർക്കൊന്നും തന്നെ അവരുടെ ചാനൽ പൂട്ടിക്കെട്ടാൻ ഈ ത്രാണിയില്ലാത്ത ഭരണകൂടം അഥവാ പിണറായി, ആലോചിച്ച് നോക്കൂ, ആ പിണറായി
ഇത്തരത്തിൽ ഇവിടെ ഈ കേരളത്തിൽ തന്നെ 3.5 കോടിയിൽ കേവലം 1.5 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളാണ്. ആ മുസ്ലിമീങ്ങളുടെ വോട്ട് വാങ്ങി ഭരണാധികാരത്തിലിരിക്കുന്ന ആ വ്യക്തിക്ക് ക്രമസമാധാന പാലനത്തിൻ്റെ കാര്യത്തിൽ പോലും ഒരു ചുക്കും നീതിപൂർവ്വം ചെയ്യാൻ കഴിയുന്നില്ല എന്നത് ഈ പറയുന്നത് പോലെ അവർക്കൊന്നും വാരിക്കൊടുക്കാനല്ലോ ജനങ്ങൾക്ക്. ഒരു മുസ്ലിം സമുദായത്തിന് വാരിക്കൊടുക്കാനല്ലല്ലോ പറഞ്ഞത്. ഒരു നീതിയുടെ മാർഗത്തിൽ നിന്നുകൊണ്ട് വിദ്വേഷവും നുണപ്രചരണവും നടത്തുന്ന ഈ നരാധമന്മാരുടെ ചാനൽ എന്നതുപോലെ ബാൻഡ് ചെയ്യേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും ഈ ഭരണകൂടം ഒന്ന് കണ്ണു തുറക്കട്ടെ, നമ്മുടെ ഈ സമുദായവും ഒന്ന് കണ്ണു തുറക്കട്ടെ. ഒരു നോക്കണം, ഒരു 300 കോടിയോളം വരുന്ന ജനങ്ങളുടെ യഥാർത്ഥത്തിൽ ചങ്കിലെ എന്താ പറയുക ഹൃദയത്തിലെ കരളായ കണ്ണിലെ കൃഷ്ണമണിയായ ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്യുക എത്രമാത്രമാണ് തേജോവധം. ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത വെറും വായയിലി മലം നടത്തുന്ന വെറും ആ പന്നിക്കൂട്ടങ്ങൾക്ക് കാഷ്ടം പറ്റിക്കാൻ വേണ്ടി മാത്രമാണല്ലോ ഇത് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്തരത്തിലുള്ളവരുടെ ചാനലും കൂടെ ഇനി പൂട്ടിക്കെട്ടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.